നമസ്കാരം. അതിർത്തിയിലെ ഫലം എന്തായാലും യുദ്ധം സൃഷ്ടിച്ചവരുടെ പിന്നിലുള്ള ചില താല്പര്യങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങി. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. യുദ്ധത്തിന്റെ പ്രധാന താല്പര്യങ്ങളിലൊന്ന് നമ്മുടെ പോർട്ടിനെ നിശ്ചലമാക്കുക എന്നുള്ളൊരു അജണ്ട സെയിലിംഗ് കമന്ററി യുദ്ധ സ്റ്റോറികൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം തന്നെ പറഞ്ഞതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ മറൈൻ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ഇമ്പോർട്ടന്റ് ഷിപ്പിംഗ് അപ്ഡേറ്റ്, ഡ്യൂ ടു ദി കറന്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, many vessels are facing delays and some sailings are being cancelled. ഇത് തന്നെയാണ് യുദ്ധത്തിന്റെ ഒരു അജണ്ട. ഈ പറയുന്ന നമ്മുടെ മാരിടൈം സെക്ടറിലുള്ള നമ്മുടെ ഒരു മുന്നേറ്റത്തെ തടയിടുക എന്നുള്ളത് തന്നെയാണ് ഒരു അജണ്ട എന്ന് ആദ്യ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ തൊട്ടടുത്ത് വരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് ബൂസ്റ്റ് കൊളംബോ പോർട്ട് ആക്ടിവിറ്റി. അടിയറ സിംബൽ കൊളംബോ അങ്ങ് വെച്ച് കയറുകയാണ്. ഈ സന്ദർഭം നോക്കി അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരവസരം കിട്ടുമ്പോൾ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയുന്നത് പോലെ അവർക്കൊരവസരം കിട്ടുമ്പോൾ അവർ ഫലപ്രദമായി അത് ഉപയോഗപ്പെടുത്തുകയാണ്. അതിന്റെ ക്ഷീണം ആർക്കാണ് സംഭവിക്കുക? ഇന്ത്യയിൽ ആദ്യത്തെ ക്ഷീണം ട്രിവാൻഡ്രം പോർട്ടിന് തന്നെയായിരിക്കും. The Colombo port has experienced an increase in operational activity due to escalating military tensions between India and Pakistan, according to Deputy Minister of Ports, Sri Lanka. അവര് മുൻകൂട്ടി കണ്ടത് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് അനുസരിച്ച് ഇവിടെ വരാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കപ്പലിലും ചരക്കിലുമൊക്കെ ഉണ്ടാകാവുന്ന ഒരു ഇമ്പാക്റ്റ് മുതലെടുക്കണമെങ്കിൽ അപ്പോൾ തന്നെ അതിനനുസരിച്ച് അവര് ഉണർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ വരികളിൽ നിന്ന് ഗവൺമെന്റ് തന്നെ നേരിട്ടിറങ്ങിയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ അവസരം അവർക്ക് വളരെ അനുകൂലമാണെന്ന് അവര് തുറന്നു സമ്മതിക്കുന്നുണ്ട്. The Deputy Minister confirmed that the government has taken proactive measures to manage the surge in port traffic with maximum efficiency. മറ്റെല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന വഴിതെറ്റി വരുന്ന അല്ലെങ്കിൽ അവിടെ ഷെഡ്യൂൾ ചെയ്യപ്പെടാതെ വരുന്ന കപ്പലുകൾ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോ പടിഞ്ഞാറ് വശത്തുള്ള മുണ്ട്ര, ഹസീറ, JNPT തുടങ്ങിയ പോർട്ടുകളിൽ നിന്ന് വരേണ്ട കപ്പലുകൾ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന്, പ്രധാനമായും അബുദാബിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ സർവീസ് തരുന്നത്. അബുദാബി, ജബലാലി, മുണ്ട്ര, JNPT ടച്ച് ചെയ്ത് വരുന്ന സർവീസുകളിൽ ഇപ്പോൾ തന്നെ അതിന്റെ വൈകൽ അല്ലെങ്കിൽ ക്യാൻസലേഷനൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. ദി ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് അലർട്ട് ഇൻ ദ റീജിയൻ ഹാസ് ലെഡ് ടു ദി സസ്പെൻഷൻ ഓഫ് മാരിടൈം റൂട്ട്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. പലതും ക്യാൻസൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിലത് വഴിതിരിച്ചു വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സാഹചര്യം അവര് മുതലെടുക്കാൻ അവര് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അഫക്ടിംഗ് ബോത്ത് ഇന്ത്യൻ വെസൽസ് ഹെഡിംഗ് ടു പാകിസ്ഥാൻ ആൻഡ് പാക് വെസൽസ് ബൗണ്ട് ഫോർ ഇന്ത്യ. ഇത് യുദ്ധ സാഹചര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ റദ്ദാക്കി, പാകിസ്ഥാനിലോട്ട് പോകുന്ന കപ്പലുകൾ റദ്ദാക്കി.
തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യയിലോട്ട് വരുന്ന കപ്പലുകൾ റദ്ദാക്കി. ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രീലങ്ക വളരെ തന്ത്രപരമായി തന്നെ കരുക്കൾ നീക്കുകയാണ്. The Deputy Minister also noted that transshipment activities have seen a marked increase in Colombo. വലിയ തോതിലുള്ള ഒരു വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയുടെ കാര്യത്തിൽ അവർക്ക് പ്രകടമായി ദൃശ്യമാകുന്നു എന്നാണ് അവിടുത്തെ പോർട്ട് മിനിസ്റ്റർ വ്യക്തമാക്കുന്നത്. അപ്പോ ശ്രീലങ്കയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവരത് ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുക. പക്ഷെ നമ്മുടെ വീക്ക്നെസ്, നമുക്ക് ചോർച്ച സംഭവിക്കുന്നത് ഈ യുദ്ധം കൊണ്ട് എന്താണ് യുദ്ധത്തിന്റെ പിന്നിലിരിക്കുന്നവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമായി തുടങ്ങി എന്നുള്ള സന്തോഷം അവർക്കുണ്ടാകും. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട കരുത്ത് തിരിച്ചു പിടിക്കണം, തിരിച്ചാർജിക്കണം എന്നാണ് സെയിലിംഗ് കമന്ററിക്ക് ഗവൺമെന്റുകളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ പുറംകടലിൽ കണ്ട ബൾക്ക് കാരിയർ സിറ ആദ്യം റിപ്പോർട്ട് ചെയ്തത് സെയിലിംഗ് കമന്ററിയാണ്. തലേ ദിവസം ആങ്കറേജിൽ കണ്ടപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ 3-4 ദിവസമായി ചെന്നൈയിൽ നിന്ന് തിരിച്ച കപ്പൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓർഡർ പ്രതീക്ഷിക്കുന്നു. ദുബായിലോട്ട് പോകുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ദുബായിലോട്ട് പോകുന്ന വഴിക്കാണ് കപ്പൽ ഇവിടെ നമ്മുടെ മുമ്പിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ കപ്പലുമായി ബന്ധപ്പെട്ട്, കപ്പലുകളുമായി ബന്ധപ്പെട്ട്, കടലുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലോട്ട് കടന്ന ഒരു പ്രദേശമാണ്, കടന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ, നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരമൊക്കെ വളരെ സംയമനത്തോടെ ആയിരിക്കണം എന്നാണ് സെയിലിംഗ് കമന്ററിക്ക് പറയുവാനുള്ളത്. ഇവിടെ 2 മാധ്യമങ്ങൾ ഉപയോഗിച്ച വാക്കാണ്. തകരാറായ വിദേശ കപ്പൽ ഒരാഴ്ചയായി വിഴിഞ്ഞം പുറംകടലിൽ, 48 മണിക്കൂറിനകം തീരം വിടണമെന്ന് കോസ്റ്റ് ഗാർഡ്. അവിടെ മനഃപൂർവ്വം ആരെങ്കിലും ഒരു കപ്പൽ നങ്കൂരമിട്ട് ഇവിടെ കിടക്കുമോ? എത്ര രൂപയാണ് ഒരു കപ്പലിന്റെ, എത്ര ഡോളറാണ് കപ്പലിന്റെ വാടക? അപ്പോൾ ഒരു കപ്പലിന് യന്ത്ര തകരാറുണ്ടായാൽ അവരെങ്ങനെയാണ് തീരം വിട്ടു പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ഥലം വിടുക? അപ്പോൾ ആ വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ, 48 മണിക്കൂറിനകം തീരം വിടണമെന്ന് കോസ്റ്റ് ഗാർഡ്. കോസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് സെയിലിംഗ് കമന്ററിക്ക് കിട്ടിയ വിവരം. കോസ്റ്റ് ഗാർഡ് അവിടെ പോയി കപ്പലിൽ കയറി പരിശോധിച്ചു, യന്ത്ര തകരാറുണ്ട്, അതുകൊണ്ട് ആ പാർട്സ്, പ്രധാനപ്പെട്ട പാർട്സ് വരുന്നത് വരെ അവർ പുറംകടലിൽ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ സെയിലിംഗ് കമന്ററി മനസ്സിലാക്കിയത് ആ യന്ത്ര സംവിധാനം അല്പം വലുതാണ്, കുറച്ച് വലിപ്പം കൂടിയ യന്ത്രമാണ്. അതിപ്പോ ബോംബെയിൽ നിന്ന് യാത്ര തിരിച്ച് റോഡ് മാർഗം വന്നുകൊണ്ടിരിക്കുന്നതിന്റെ വിഷ്വൽ സെയിലിംഗ് കമന്ററി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു യന്ത്രഭാഗം എത്താതെ, കപ്പൽ നന്നാക്കാതെ എങ്ങനെയാണ് കപ്പൽ ഇവിടെ നിന്ന് സ്ഥലം വിടുക? എന്താ പറയുന്നത്? തീരം വിടണമെന്ന്. നമ്മൾ മലയാളികൾ, കേരളീയർ പ്രത്യേകിച്ച് ലോകത്തിന്റെ എത്രയോ രാജ്യങ്ങളിൽ പോയി അഭയം തേടിയ ഒരു സമൂഹമാണ്. അപ്പൊ നമ്മുടെ തീരത്ത് അഭയം തേടിയ ഒരു കപ്പൽ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അവര് നമ്മുടെ ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ യന്ത്രഭാഗങ്ങൾക്ക് കേടുപാടുകൾ മാറ്റുവാനുള്ള ഒരു സാവകാശം ആവശ്യപ്പെടുമ്പോൾ തീരം വിടണം എന്നുള്ള അന്ത്യശാസനമൊക്കെ നമ്മൾ ഈ കടലും ഷിപ്പിംഗ് ഇക്കോണമിയും മറൈൻ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് വലിയ ഭാവി സ്വപ്നം കാണുന്നവർ ഉപയോഗിക്കേണ്ട വാക്കാണോ എന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം. അവര് കേടുപാട് തീർത്ത ആ നിമിഷം അവർ വിടും, സ്ഥലം വിടും, നമ്മളാരും പറയണ്ട. പ്രതിദിനം ആയിരക്കണക്കിന് ഡോളറുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിൽ മനഃപൂർവ്വം ആരും നമ്മുടെ തീരത്ത് നിൽക്കാൻ ശ്രമിക്കില്ല. പക്ഷേ ഒരു യുദ്ധ സാഹചര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. കോസ്റ്റ് ഗാർഡും നേവിയും പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ഒക്കെ ചെയ്യണം. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ വളരെ അന്തർദേശീയ മര്യാദകൾ പാലിക്കുന്നതാവണം. ഈ വാക്കാണ് ഈ യന്ത്ര സംവിധാനം. ഇപ്പൊ ഞാൻ ഒടുവിൽ മനസ്സിലാക്കുന്നത് കോയമ്പത്തൂർ വരെ എത്തിയെന്നാണ് ആ യന്ത്രം, കംപ്രസർ. ആ യൂണിറ്റ് വന്ന് അത് കപ്പലിൽ കൊണ്ടുപോയി നന്നാക്കി കഴിഞ്ഞാലേ അവർക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് പോർട്ടിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗമല്ലേ? കപ്പൽ കിടക്കും തോറും നമുക്ക് വരുമാനം കിട്ടുകയല്ലേ? അപ്പൊ അവരെ ഓടിച്ചു വിടണമെന്ന് പറയുന്നത് എന്തിനാണ്? അവര് മനസമാധാനത്തോടെ നമ്മുടെ ആങ്കറേജിൽ അവര് സമാധാനത്തോടെ ആ പ്രശ്നം പരിഹരിച്ചു പോകുന്നതല്ലേ നല്ലത്? അതിനുള്ള ഒരു പിന്തുണയല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനെയുള്ളൊരു ഭാഷ ഉപയോഗിക്കുന്നത്
നമ്മുടെ കടലും മറൈൻ ഇക്കോണമിയും സ്വപ്നം കാണുന്നവർക്ക് യോജിച്ചതാണോ എന്ന് എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഒന്നുകൂടി ആലോചിക്കണം എന്ന് മാത്രമേ ഒരു അഭ്യർത്ഥന നടത്തുന്നുള്ളൂ. ഇനി വന്നു പോയ കപ്പലുകൾ കൂടി ഏതാണെന്ന് നോക്കാം.